വീണ്ടും ജോളിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ ഗിസാർഡ് പെപ്പർ ഫ്രൈ റെസിപ്പിയാണ്. ഇതുവരെ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കിടലൻ ടേസ്റ്റ് ആണ് കേട്ടോ ഈ സ്പൈസി റെസിപ്പിക്ക്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കുക്കറിൽ 500 ഗ്രാം ഗിസാർഡ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മൂടി അടച്ചു വെച്ച് 2 വിസിൽ വരെ ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. 2 വിസിൽ അടിച്ചാൽ തീ ഓഫ് ചെയ്ത് 10 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറക്കാം. ചിക്കൻ ഗിസാർഡ് വെന്തിട്ടുണ്ട്. പിന്നീടുള്ള ഉപയോഗത്തിന് മാറ്റിവെക്കുക. ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്ത് 2 മിനിറ്റ് നേരം മീഡിയം തീയിൽ ചൂടാക്കുക. ഇനി 2 മീഡിയം വലുപ്പമുള്ള സവോള സ്ലൈസ് ചെയ്തത് ചേർക്കാം. 5-6 മിനിറ്റ് മീഡിയം തീയിൽ വഴറ്റുക. സവോള ചെറുതായി ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റണം. ഇപ്പോൾ സവോളയുടെ കളർ മാറിയിട്ടുണ്ട്. തീ ഏറ്റവും കുറവിലേക്ക് വെച്ച് നമുക്ക് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കുക. ഒരു മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇനി നേരത്തെ വേവിച്ച ചിക്കൻ ഗിസാർഡ് ഇതിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി അധികമുള്ള വെള്ളം വറ്റുന്നവരെ തുറന്നു വെച്ച് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കി 2 മിനിറ്റ് നേരം ചൂടാക്കാം. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുമല്ലോ. ഇനി തീ ഓഫ് ചെയ്യാം. ചിക്കൻ ഗിസാർഡ് പെപ്പർ ഫ്രൈ റെഡി. പൊറോട്ട, ചപ്പാത്തി, റൈസ് അങ്ങനെ എന്തിൻ്റെ കൂടെയും നല്ല രുചിയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.